ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗോൾഡൻ ഫേഷ്യൽ എങ്ങനെ വീട്ടിൽ ചെയ്യാന്നുള്ളതാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ യൂസ് ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. റിവ്യൂസ് ഒക്കെ ഞാൻ സ്ക്രീനിലായിട്ടും സൈഡിലായിട്ടും ഒക്കെ കാണിക്കാം കേട്ടോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു ഫേഷ്യൽ കിറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. ഇത് ഡെയിലി ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് പറയാം. നമുക്ക് നന്നായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെൻറ്റേഷൻ, ഫൈൻ ലൈൻസ്, അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് ആയിട്ടിരിക്കാൻ, സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പിമ്പിൾസ് വരാൻ ടെൻഡൻസി ഉള്ള സ്കിൻ ടൈപ്പ് ആകുമ്പോൾ പിമ്പിൾസ് വരുന്നത് കുറയ്ക്കാനായിട്ടും, പിമ്പിൾസ് മാർക്സ് മാറി അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ മാറി, അതുപോലെ തന്നെ ഓരോരുത്തർക്കും ഫേസ് ഈവൻ ടോൺ ഉണ്ടാവില്ലല്ലോ, അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടാവില്ല, അതൊക്കെ മാറിയിട്ട്, അതായത് മൂക്കിന് മുകളിൽ വര, മൗത്തിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ, നെറ്റിയിലൊരു കളർ ഡിസ്കളറേഷൻ, അതൊക്കെ മാറാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നമുക്ക് ഫേസിലും നെക്കിലും യൂസ് ചെയ്യാം. പിന്നെ ഫുൾ ബോഡി വേണമെങ്കിൽ ആ ഒരു സെക്ഷനായിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം അത്രയും ബെനിഫിറ്റ് കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള റിവ്യൂസൊക്കെ ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിലേക്ക് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോസെല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്ന ഫേഷ്യൽ കിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷാ ഹബ്സിൻ്റെ ഫേഷ്യൽ കിറ്റാണ്. ഇതിനകത്ത് 4 ഐറ്റംസ് ആണ് വരുന്നത്. ഈ 4 നമ്മൾ ഡെയിലി യൂസ് ചെയ്യേണ്ടതാണ് കേട്ടോ. അതായത് ഇതിനകത്ത് ഓയിൽ വരുന്നുണ്ട്. ഓയിൽ തേച്ച് കുളിക്കുന്നത് നമുക്ക് സ്കിന്നിൽ ഭയങ്കര നല്ലതാണ്. പിന്നെ ഫേസ് പാക്ക് വരുന്നുണ്ട്. ഫേസ് പാക്ക് നമ്മൾ ഡെയിലി സ്കിന്നിൽ യൂസ് ചെയ്യുന്നത് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ചെയ്യാനും അൺഈവനായിട്ടുള്ള സ്കിൻ ടോൺ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഫേസ് വാഷാണ്. ഫേസ് വാഷ് നമ്മൾ ഡെയിലി 2 ടൈംസ് യൂസ് ചെയ്യണം. ഒരു നേരം നിങ്ങൾക്ക് ഫേസ് വാഷ് പൗഡറും അതുപോലെ തന്നെ ഒരു നേരം ജെന്റിൽ ക്ലൻസറും യൂസ് ചെയ്യാം. പിന്നെ വരുന്നത് ക്രീമാണ്, നൈറ്റ് ക്രീമാണ്. അത് നമുക്ക് നൈറ്റിൽ അപ്ലൈ ചെയ്ത് മോർണിംഗിൽ വാഷ് ചെയ്യാം. അങ്ങനെ 4 ഐറ്റംസ് ചേരുന്നതാണ് ഈ ഒരു ഫേഷ്യൽ കിറ്റ്. നമ്മളിതിന് കൊടുത്തേക്കുന്ന ഒരു പേരാണ് ഫേഷ്യൽ കിറ്റ് എന്ന്. അല്ലാതെ നമ്മൾ ഫേഷ്യൽ ചെയ്യുന്ന പോലെ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ അല്ല ചെയ്യുന്നത്. ഡെയിലി ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല വിസിബിൾ ചേഞ്ച് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഫേസിൽ വലിയതായിട്ട് ടാനൊന്നുമില്ല നെക്കിലും, പക്ഷെ കയ്യിലൊക്കെ കൂടുതലാണ് കേട്ടോ, കാരണം 2 വീലർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പം ചെറിയ രീതിയിൽ ടാൻ ഉണ്ട്, കുറച്ചൊരു ഡൾനെസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസിൽ ഇത് എങ്ങനെ വിസിബിൾ ചേഞ്ച് കാണും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഒരുപാട് പേർക്കും അറിയില്ല ഫേഷ്യൽ കിറ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറയാം. അപ്പോൾ ഓരോ പ്രൊഡക്ട്സുകളും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതനുസരിച്ച് ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ്, ഈ ഒരു ഫേഷ്യൽ കിറ്റ് നമ്മൾ എന്നും വൈകിട്ട് ഒരു 4 മണിക്ക് ശേഷം യൂസ് ചെയ്യേണ്ടതാണ്. പകൽ ടൈമിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൺ ടാൻ അടിച്ചിട്ട് പെട്ടെന്ന് ടാൻ ആവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു വൈകിട്ട് 4 മണിക്ക് ശേഷം ചെയ്യുന്നതാണ് നല്ലത്. ആദ്യം നമ്മൾ ഓയിലെടുത്ത് മസാജ് ചെയ്യണം. നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ ഓയിൽ തേച്ച് മസാജ് ചെയ്യുമ്പം പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഫേസ് വാഷ് ചെയ്തിട്ട് ഓയിൽ ചെയ്യുന്നൊന്നുമില്ല, ഡയറക്റ്റ് നമുക്ക് ഓയിൽ മസാജ് ചെയ്യാം. അപ്പം ഗോൾഡൻ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് മഞ്ഞൾ കണ്ടന്റ് ഉള്ളതാണ്. മഞ്ഞൾ പറ്റാത്തവർക്ക് മഞ്ചിഷ്ടയുടെ ഫേഷ്യൽ കിറ്റ് യൂസ് ചെയ്യാം. മഞ്ഞൾ പറ്റാത്തവർക്ക് കേട്ടോ, അത് മഞ്ചിഷ്ട ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഇത് മഞ്ഞളാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടിരിക്കുന്ന ബോട്ടിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ജസ്റ്റ് ഒരു പുതിയ ബോട്ടിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ നമ്മൾ കയ്യിൽ ഇതുപോലെ എടുക്കാം. അതിനുശേഷം നമ്മൾ കൈയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പാം ചെയ്തിട്ട് ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യണം. അപ്പോൾ ഫേസ് ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ സ്റ്റെപ്പ് നോക്കിയിട്ട് നിങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ സ്ക്രീനിലായിട്ട് കാണിക്കുന്ന സ്റ്റെപ്പ് ഫാസ്റ്റ് ഫോർവേഡിൽ ഇടാം, അല്ലെങ്കിൽ ഒത്തിരി ഓയിൽ തേച്ച് ഞാൻ നന്നായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ ഓയിൽ തേച്ചിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പക്ഷേ ഈ ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിലർക്ക് ഓയിൽ അധികം നേരം ഫേസിലിരിക്കുമ്പോൾ പിമ്പിൾസ് വരും. അങ്ങനെയുള്ള ടൈപ്പുകാർ ഓയിൽ തേച്ച് മസാജ് ചെയ്ത് ഒരു 5 മിനിറ്റ് മാക്സിമം വെച്ചിട്ട് അപ്പോൾ തന്നെ വാഷ് ചെയ്ത് കളയാം. വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്യാം. അപ്പം പിമ്പിൾസ് വരാനുള്ള ടെൻഡൻസി കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഓയിൽ തേച്ച ഇഷ്യൂ ഒന്നും ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് അതിൻ്റെ മുകളിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാം. ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് വാഷ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷേ പിമ്പിൾസ് വരാൻ ടെൻഡൻസി ഉള്ളവർ ഓയിൽ വാഷ് ചെയ്തതിന് ശേഷം മാത്രം പാക്ക് ഇട്ടാൽ മതിയാവും കേട്ടോ. പാക്ക് ഇടുന്നതിന് മുന്നേയായിട്ട് ഫേസ് ഒന്ന് ആവി പിടിക്കാനും മറക്കരുത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ് വാഷ് പൗഡർ. ഇതിനി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 2 നേരം നമുക്ക് യൂസ് ചെയ്യാം, നിർബന്ധമില്ല. ഒരു നേരം മാത്രം ആക്കാനും കുഴപ്പമില്ല. ഒരു നേരം ജെന്റിൽ ക്ലൻസറും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് നമ്മുടെ കയ്യിൽ ഇതുപോലെ കുറച്ച് പൗഡർ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഫേസ് വാഷ് പൗഡർ ടാൻ മാറാനും പിമ്പിൾസ് കുറയാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതിനുശേഷം കുറച്ച് വെള്ളം നമുക്ക് മിക്സ് ചെയ്യാം.
ഇതുപോലെ ജസ്റ്റ് ഒന്ന് നനച്ച് നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് ഇതിനെ സോഫ്റ്റ് ആക്കി എടുക്കാം. എന്നിട്ട് നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ എത്ര പൊടിച്ചാലും ഇതിൽ ചെറിയ തരികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വളരെ ജെൻറ്റിലായിട്ട് മാത്രം മസാജ് ചെയ്താൽ മതി. ഈ ഒരു ഓയിൽ വാഷ് ചെയ്ത് കളയാൻ വേണ്ടി മാത്രം, അല്ലാതെ ഒരുപാട് ഹാർഷായിട്ട് മസാജ് ചെയ്യരുത് കേട്ടോ. ഇതുപോലെ വളരെ ജെൻറ്റിലായിട്ട് പിന്നെ ഫേസ് വാഷ് പൗഡർ ഉപയോഗിച്ച് നല്ലപോലെ വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മൾ വാഷ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ ആ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പോയിട്ട് ഒരു നല്ല ബ്രൈറ്റ്നസ് വരും. ഇത് സൺടാൻ മാറാനും പിമ്പിൾസ് പോകാനും നല്ല ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമ്മൾ ഫേസ് ആവി പിടിക്കണം. മസ്റ്റായിട്ട് നമുക്ക് ആവി പിടിക്കാൻ പറ്റുമെങ്കിൽ ആവി പിടിക്കുക. ഡെയിലി ആവി പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ചൂടിൽ വേണം ആവി പിടിക്കാനായിട്ട്. എന്നിട്ട് വേണം പാക്ക് അപ്ലൈ ചെയ്യാൻ. പക്ഷേ ഞാൻ ഇന്ന് കാണിക്കുന്നില്ല, താഴെയാണ് എൻ്റെ സ്റ്റീം ചെയ്യുന്ന മെഷീൻ ഇരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്നും ആവി പിടിക്കാറുണ്ട് കേട്ടോ. അപ്പം നമുക്കിപ്പോൾ തൽക്കാലം ആവി പിടിക്കാതെ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ചെയ്യുമ്പോൾ ആവി പിടിച്ചിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. പറ്റാത്തവർ മാത്രം ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാക്ക് മിക്സ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള ഏത് പ്രൊഡക്റ്റിലാണെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. ഞാൻ അലോവേര ജെല്ലാണ് എടുത്തേക്കുന്നത്. ചിലപ്പോൾ തൈരായിരിക്കും ഞാൻ എടുക്കുക, ചിലപ്പോൾ പാലെടുക്കും. എൻ്റെ സ്കിന്നിന് അത്യാവശ്യം എല്ലാതും സ്യൂട്ടബിൾ ആവും കേട്ടോ. ഇപ്പോൾ ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയി. അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാം ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര സ്മൂത്തും നല്ലപോലെ സോഫ്റ്റ് ആവും. ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷനൊക്കെ നല്ലപോലെ മാറി സ്കിൻ എന്താ പറയുക നല്ലൊരു ഗ്ലോയിങ് ആയിട്ടിരിക്കും കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫേസ് പാക്കിട്ട് എപ്പോൾ വാഷ് ചെയ്താലും അപ്പോൾ മോയ്സ്ചറൈസർ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. നിങ്ങൾ ടോണർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ടോണർ യൂസ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇടുക. അതിനുശേഷം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ക്രീം യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രീം. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടിരിക്കുന്നത് കാണിക്കാം. അപ്പോൾ ഇത് ഗോൾഡൻ ക്രീമാണ്. ഇത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പം മോയ്സ്ചറൈസറൊക്കെ ഇട്ട് കിടക്കുന്നതിന് ഒരു 2 മണിക്കൂർ മുന്നേ അപ്ലൈ ചെയ്താലും മതിയാവും ക്രീം. കുറച്ച് ക്രീം നമ്മുടെ കയ്യിലെടുക്കുക. വളരെ കുറച്ച് എമൗണ്ടിൽ മതി. ഓയിൽ തട്ടുമ്പോൾ പിമ്പിൾസ് വരുന്ന സ്കിൻ ടൈപ്പൊക്കെ സൂക്ഷിച്ച് തന്നെ ഉപയോഗിക്കുക. കാരണം അതിനകത്ത് കെമിക്കൽ കാര്യങ്ങളില്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ബേസ് ഓയിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. എന്താണ് കണ്ടോ, നമ്മുടെ നെയിൽസിന് കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ ധാരാളമാണ് കേട്ടോ. അത് നമ്മുടെ കൈവെള്ളയിൽ ഇതുപോലൊന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് വാം ചെയ്യണം കേട്ടോ. കയ്യിലിട്ട് നന്നായിട്ടൊന്ന് വാം ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യേണ്ടത്. അതിനുശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക.
എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. യൂസ് ചെയ്തിട്ടുള്ളവരൊക്കെ റിവ്യൂ പറയാനായിട്ട് മറക്കരുത്. പ്രോഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം. കാറ്റലോഗ് ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വാട്സപ്പിൽ വരാം കേട്ടോ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.